നമ്മൾ ഏവരും വളരെ ആഗ്രഹത്തോടും ആകാംക്ഷയോടും കൂടെ കാത്തിരിക്കുന്ന വാർഷികാഘോഷത്തിലേക്ക് നിങ്ങൾക്ക് ജീവിതത്തിൽ എന്നും ഓർത്തിരിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരുപിടി നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിക്കുവാൻ കലയുടെ അരങ്ങു തീർക്കുവാൻ എത്തുന്നു. സ്വാഗത പ്രസംഗകൻ പറഞ്ഞതുപോലെ 5 വയസ്സ് മുതൽ 75 വയസ്സ് വരെയുള്ള നമ്മുടെ ഇടയിലെ സ്വന്തം കലാകാരന്മാരും കലാകാരികളും അവരെല്ലാവരും ഒത്തൊരുമിച്ച് ഇവിടെ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. നമുക്ക് സ്നേഹപൂർവ്വം കാത്തിരിക്കാം കലാസന്ധ്യയുടെ വിസ്മയ നിമിഷങ്ങൾക്കായി. എല്ലാവരെയും ഈ കലാസന്ധ്യയിലേക്ക് പ്രത്യേകം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് നമ്മുടെ പരിപാടി ആരംഭിക്കാം അല്ലെ? എല്ലാവരും വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി സ്നേഹനിലയത്തിലെ കുഞ്ഞു മാലാഖമാരെത്തുകയാണ്. മനോഹരമായ നൃത്തത്തിലൂടെ നിങ്ങളെല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുവാനായിട്ട് വെൽക്കം ഡാൻസ് അവതരിപ്പിക്കുന്നതിന് നമ്മുടെ സ്നേഹനിലയത്തിലെ എല്ലാ കുരുന്നുകളെയും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ, അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ. എന്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ. കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ, അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ. എന്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ. കാൽവരിക്കുന്നിൽ മരക്കുരിശുമായി നാഥൻ മലമുകളേറി, മനസ്സരകളിൽ എന്നും വാഴുവാനായി. മരക്കുരിശുമായി നാഥൻ മലമുകളേറി, മനസ്സരകളിൽ എന്നും വാഴുവാനായി. മരക്കുരിശുമായി നാഥൻ മലമുകളേറി, മനസ്സരകളിൽ എന്നും വാഴുവാനായി. കാൽവരിക്കുന്നിൽ നാഥൻ യാഗമായി മാറി, അന്നു കാൽനടയായി നാഥൻ മലമുകളേറി, അന്നു ജീവനേകുവാനായെന്തു പാടുപെട്ടു നീ. എന്റെ ജീവനായവനെ നീയൻ ആശയെന്നുമേ. കാൽവരിക്കുന്നിൽ നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗം ആളുകളും സന്ധ്യാസമയത്ത് പ്രാർത്ഥന നടത്തുന്ന ഒരു പതിവ്
പണ്ട് തൊട്ടേ നിലവിലുണ്ട്. കുടുംബ പ്രാർത്ഥനകളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങൾ നിലനിന്നിരുന്നത്. കുടുംബ പ്രാർത്ഥനകളാണ് നമ്മുടെ കുടുംബങ്ങളെ കരുത്തുള്ളതാക്കിയതും നമ്മെ ആത്മീയമായി വളർത്തിയതും. പ്രാർത്ഥന ദൈവത്തോടുള്ള നമ്മുടെ സംഭാഷണമാണ്. അവിടുത്തെ മുമ്പിൽ നമ്മുടെ ഹൃദയം തുറക്കുന്നതാണത്. കുടുംബ പ്രാർത്ഥനകളുടെയും കുടുംബ ബന്ധങ്ങളുടെയും കെട്ടുറപ്പ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തോടൊപ്പം അല്പസമയം നമുക്കും കർത്തൃസന്നിധിയിൽ ആയിരിക്കാം.
ഇവിടെയുള്ള ഒരുപാട് പേർക്ക് ഒത്തിരി പഴയ ഓർമ്മകളിലേക്കൊക്കെ നമുക്കൊന്ന് കണ്ണോടിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ദൃശ്യാവിഷ്കാരമായിരുന്നു ഇപ്പൊ നമ്മൾ കണ്ടത്. കാരണം കൂട്ടുകുടുംബവും കുടുംബ പ്രാർത്ഥന എല്ലാവരും ഒരുമിച്ച് ചേർന്നല്ല വളരെ മനോഹരമായ ഒരു ദൃശ്യാവിഷ്കാരം നമ്മൾക്കായിട്ട് അവതരിപ്പിച്ച സെയിന്റ് മൈക്കിൾ സ്നേഹ സമൂഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. നല്ലൊരു കയ്യടി അവർക്ക് കൊടുത്തേ. എന്നാൽ നമുക്കിന്നൊരു അടിച്ചുപൊളി സംഭവം നമുക്ക് കണ്ടാലോ? നല്ലൊരു അടിപൊളി ഡാൻസ് പെർഫോമൻസുമായിട്ട് നമ്മുടെ മുന്നിലേക്ക് വരികയാണ് സെയിന്റ് ആൻഡ് സ്നേഹ സമൂഹത്തിലെ കുറച്ച് സുന്ദരിമണികൾ. നിറമാറിൽ ചെല്ലം ചെല്ലം താളം തൂമീലം. मेरा झुमका उठा के लाया यार वे जो गिरा था बरेली के बाजार में। मैं तो ठुमका लगा के शर्मा गई, बोली घूम कर बता दे के मैं आ गई। मुझको लुटा के नाच ले, आजा नाच ले मेरी यार तू नच ले, झनक झनक झनकार हो नच ले मेरे यार तू नच ले। अब तो लुटा है बाजार, सबको बुला के नच ले, आजा नाच ले मेरे यार तू नच ले, झनक झनक झनकार हो नच ले मेरे यार तू नच ले। अब तो लुटा है बाजार। യൂണിറ്റിലെ ഡാൻസ് കളിച്ചവർക്കും സെയിന്റ് ആന്റണി യൂണിറ്റുകാര് ഇവിടെ പ്രോത്സാഹിച്ചവർക്കും അവർക്കും നല്ലൊരു കൈയടി കൊടുക്കാം. ഡാൻസിനായി എത്തുന്നു ഇൻഫന്റ് ജീസസ് യൂണിറ്റ്.
अरे खट 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 बाज 10 तक वो ना अब तक आया तब से हाँ कब से हाँ देखी राह के अब तू खोल बाहें आजा उमड़ घूमे रे मचले रे मोरा मन गूंजे रे बालम के बोल गाड़े संग ढोल बाजे हाय हाय धम धम धाय ना गाड़ी संग ढोल बाजे हाय हाय धाय धम धाय ए धिन तड़ाक आजा उड़ के सराट पैरों से बीड़ी जरा खो ना गाड़ी संग ढोल बाजे हाय हाय धम धम धाय ना गाड़ी संग ढोल बाजे हाय हाय धाय धम धाय पल पल बीता जल जल नाच अब चल आजा रे थर 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 हाँ कांपे थर थर हाँ डर डर जी से डर अब नाना बातों में बोला रे बोला मोर बदला रे दिल का भूगोल ना गाड़ी संग ढोल बाजे हाय हाय धम धम धाय ना गाड़ी संग ढोल बाजे हाय हाय धाय धम धाय धिन तड़ाक आजा उड़ के सराट पैरों से बीड़ी जरा खो ना गाड़ी संग ढोल बाजे हाय हाय धम धम धाय ना गाड़ी संग ढोल बाजे हाय हाय धाय धम धाय ना गाड़ी संग ढोल बाजे हाय हाय धम धम धाय ना गाड़ी संग ढोल बाजे हाय हाय धाय धम धाय ना गाड़ी संग ढोल बाजे हाय हाय धम धम धाय ना गाड़ी संग ढोल बाजे हाय हाय धाय धम ഡോലുബാച്ചിയുമായി നമ്മുടെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയ ഇൻഫന്റ് ജീസസ് യൂണിറ്റിലെ എല്ലാ ഡാൻസേഴ്സിനും നല്ലൊരു കയ്യടി കൊടുത്ത് വളരെ എനർജറ്റിക് ആയിട്ട് വളരെ സൂപ്പറായിട്ട് ഡാൻസ് ചെയ്തു. സോ ബിഗ് താങ്ക്സ് ടു ഓൾ. അടുത്തതായിട്ട് അടുത്തൊരു പരിപാടിക്ക് മുൻപായിട്ട് ആശംസകൾ അറിയിച്ച് സംസാരിക്കുന്നതിന് ഫൊറോണ BCC പ്രസിഡന്റ് ഫാദർ പ്രമോദ് ശാസ്താന്തരപ്പിള്ളിനെ ക്ഷണിച്ചോളും. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛ, BCC കൺവീനർ, സെക്രട്ടറി, അതേപോലെ തന്നെ മതബോധന പ്രൊമോട്ടർ സെക്രട്ടറി, അതുമായി ബന്ധപ്പെട്ട സഹോദരങ്ങളെ, വളരെ സന്തോഷമുണ്ട് ഒരു നിറഞ്ഞൊരു സദസ്സിനെ കാണുവാൻ സാധിച്ചതിൽ. ഒരു ആശംസ അറിയിക്കുക. അതിൻ്റെ ഇടയിൽ ഒരു നാടകമാണ് പുറത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു സമയം കൂടെ എനിക്ക് പറയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. നിറയത്തെ പള്ളിയെ കുറിച്ച് ഇപ്പോൾ ആലപ്പുഴ രൂപതയിലുള്ള എല്ലാ അച്ഛന്മാർക്കും വലിയൊരു അഭിപ്രായമാണ്. വളരെ നമ്മുടെ അച്ഛന്മാരുടെ മീറ്റിംഗിൽ എപ്പോഴും നിങ്ങളുടെ പേര് മിക്കപ്പോഴും എടുത്ത് പറയും. പ്രത്യേകിച്ച് ജോസഫ് അച്ഛൻ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു 3 വർഷത്തെ ഒരു ഉയർച്ച എഴുന്നേൽപ്പ് പോലെ എനിക്ക് അതിനു മുമ്പത്തെ സിറ്റുവേഷൻ അറിയില്ല. അച്ഛൻ വന്നു കഴിഞ്ഞിട്ടാണ് ഞാനും ഈ പരിസരത്തേക്ക് വന്നത്. ഞാനും ആലപ്പുഴ പ്രദേശത്തൊക്കെ ആയിരുന്നു. പിന്നീട് വന്നതിന് ശേഷം കേട്ടത് വളരെ വലിയ ശക്തമായിട്ടുള്ള എല്ലാ തരത്തിലും ഒരു മേഖലയിലും പിന്നോട്ട് പോകാതെ എല്ലാ മേഖലകളിലും ശക്തമായി മുന്നോട്ട് നിൽക്കുകയാണ് ലൊറേറ്റോ ഇടവക.
ഈ സമയത്തൊക്കെ ഓരോന്ന് എന്റെ മനസ്സിലേക്ക് വരുന്നത് നിങ്ങളുടെ ഇടവക പ്രഖ്യാപനം, ഭവനരഹിതർക്ക് ഭവനം പണിതു കൊടുക്കുന്ന ഒത്തിരി പ്രോഗ്രാമുകൾ, അതേപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ കാറ്റഗിസം, നമ്മളൊക്കെ ശത്രുക്കളാണ്, ഒരേ ഇതിൽ പെടുന്നവരാണ്, മത്സരിച്ചു. നിങ്ങൾ എല്ലാ മത്സരങ്ങളിലും 1ാം സമ്മാനം നിങ്ങൾ കൊണ്ടുപോയി. അപ്പൊ എല്ലാ തരത്തിലും നിങ്ങൾ മുന്നോട്ട് നിൽക്കുകയാണ്. ഇപ്പോ ഈ വലിയ സദസ്സ് കാണുമ്പോഴും നിങ്ങളുടെ ഈ 2-3 പരിപാടി ഞാനിപ്പോ കണ്ടു, എല്ലാം എക്സലന്റ് പരിപാടികളാണ്. ഈ നല്ല ഈ തട്ടിക്കൂട്ട് പരിപാടിയൊന്നുമല്ല, നല്ല ശക്തമായിട്ട് അവര് നന്നായിട്ടൊക്കെ കളിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുകയാണ്. ഈ ഒരു സ്പിരിറ്റ് നിങ്ങൾക്കെന്നും കുറയാതെ സൂക്ഷിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഞാനിപ്പോ ഈ കണ്ടക്കട ഫൊറേനയിലെ BCC ഡയറക്ടറാണ്. നിങ്ങളെ ആദ്യമായിട്ടാണ് ഇങ്ങനെ അഭിമുഖീകരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഈ ഒരു ചൂട്, ഈ ഒരു ആദിമ സഭയിൽ ഉണ്ടായിരുന്ന ആ ഒരു കൂട്ടായ്മയുടെ ആ ഒരു സ്പിരിറ്റ് എന്നും കാത്തു സൂക്ഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി. താങ്ക് യു ഫാദർ. അടുത്തതായി ജപമാലയുടെ ശക്തിയും പ്രാധാന്യവും മനസ്സിലാക്കി തരുന്ന ഒരു കുഞ്ഞു സ്കിറ്റുമായിട്ട് എത്തുന്നു സെയിന്റ് ബക്കീത്ത യൂണിറ്റ്. കുരിശുമണി അടിച്ചത് കേട്ടില്ലേ? നീ എല്ലാവരും ഇങ്ങ് വിളിച്ചേ. ശരി അമ്മച്ചി. മേരി ചേച്ചി, ജോയ് മോനെ, മേരി ചേച്ചി വിട്. മേരിക്കുട്ടി, എടാ ജോയ്. അമ്മച്ചി വിളിച്ചായിരുന്നോ? എത്ര നേരമായി നിന്നെ വിളിക്കുന്നത്? കുരിശുമണി അടിച്ചത് കേട്ടില്ലേ? എവിടെ നിന്റെ മോൻ? ജോയ് മോൻ ആ മുറിയിലുണ്ട്, ഞാൻ വിളിക്കാം. നീ എവിടെ ആയിരുന്നു ജോയ് മോനെ? മേരിക്കുട്ടി, നിന്റെ മോൻ ഇവിടെയുണ്ട്. നിനക്ക് അതുപോലും അറിഞ്ഞൂടാ. എല്ലാരും വന്നിരിക്കേ, നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളുടെ തമ്പുരാന്റെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അളവില്ലാത്ത സകല നന്മ സ്വരൂപിയായ സർവേശ്വര കർത്താവേ, അളവില്ലാത്ത സകല നന്മ സ്വരൂപനായ സർവേശ്വര കർത്താവേ, കേൾവിയവരും നന്ദിയേറ്റ പാവകളുമായി ഞങ്ങൾ നിസ്സീമപ്രദവനായ സന്ധി പ്രാർത്ഥിക്കാൻ അയോഗ്യരാകുന്നു. എങ്കിലും അങ്ങനതമായ ദൈവശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ മാതാവിന്റെ സ്തുതിക്കായി. അയ്യോ മാതാവേ, മരിച്ച വിശ്വാസിയെല്ലാം മകൾ തമ്പുരാനുവനോ ശുദ്ധി ചെയ്യണോ. അമ്മച്ചി ചെല്ലണല്ലേ? ഒന്ന് ഇരിക്കും മേരിക്കുട്ടി. ജപമാല അർപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ അർപ്പണം ഭക്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യുന്നു. ചേട്ടൻ വന്ന് ഞാൻ ചായ എടുക്കട്ടെ. മോള് പോയിക്കോ, ഞാൻ ചൊല്ലിക്കോളാം. ശരി അമ്മച്ചി. അമ്മച്ചി, മരുന്ന് കഴിച്ചായിരുന്നോ? അമ്മച്ചി, അതെ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് സംസാരിച്ചാൽ മതിയോ? അല്ല അമ്മച്ചി, ഞാൻ പറയണമെന്ന് കേൾക്ക്. ആ സ്ഥലത്തിൻ്റെ കാര്യമൊന്നും അടുത്തൊന്നും ശരിയാവുന്ന ഒന്നുമില്ല. അതിന് കച്ചവടത്തിന് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്നൊക്കെയോ പറയുന്നു. അമ്മച്ചി അറിയില്ല, എൻ്റെ കയ്യിലാണെങ്കിൽ പറയത്തൊക്കെ എടുക്കാനായിട്ടൊന്നും ഇല്ല. ജോയ്മോനാണെങ്കിൽ അടുത്ത മാസം. എനിക്കറിയില്ല അമ്മച്ചിനും അവൻ്റെ പ്രാർത്ഥന സംഘടനയെ അവരോടൊക്കെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറ. കാര്യങ്ങളൊന്നും ശരിയാണല്ലെന്നേ. എല്ലാം ഇങ്ങനെ ഒരു എന്താ പറഞ്ഞ അമ്മച്ചി, ആ പ്രാർത്ഥന സംഘടനയിലൊക്കെ ഒന്ന് പറയാനായിട്ട്. ആദ്യം നീ നിന്റെ ഭാര്യയോടും മോനോടും വീട്ടിൽ പ്രാർത്ഥന ചൊല്ലാൻ പറ. എന്നിട്ട് നമുക്ക് പ്രാർത്ഥന ഗ്രൂപ്പിലേക്ക് പോകാം. കുടുംബ പ്രാർത്ഥനയില്ലാതെ ബാക്കിയുള്ളവരോട് പ്രാർത്ഥന സഹായം ചോദിച്ചിട്ട് എന്താടാ കാര്യം? എന്താ അമ്മച്ചി? ദേ വന്നല്ലോ. ഇവിടെ ഏത് നേരം നോക്കിയാലും ഈ മൊബൈലും കുത്തിക്കൊണ്ടിരിപ്പാ. പ്രാർത്ഥന ചൊല്ലാൻ പറഞ്ഞാൽ അപ്പം അവൾക്ക് ഉറക്കം വരും. പിന്നെ ഒരു ഡയലോഗും, മനസ്സിൽ പ്രാർത്ഥിക്കാമെന്ന്. എടാ ഫിലിപ്പേ, നിനക്ക് ഓർമ്മയുണ്ടാടാ, അപ്പച്ചനുള്ള സമയത്തെ ഒരു ദിവസം പോലും കുടുംബ പ്രാർത്ഥന മുടക്കിയിട്ടില്ല. അതിൻ്റെ ഫലം കൊണ്ടാണ്
നമ്മൾ ഇവിടെ വരെ എത്തിയത്. മാതാവാണ് കൂടെ ഉള്ളത് മോനെ, നീ വിഷമിക്കല്ലേ. നീ എല്ലാവരും ഇങ്ങോട്ട് വിളിക്കടാ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ജപമാല പ്രാർത്ഥന എന്നത് നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു പ്രാർത്ഥനാ രീതിയാണ്. പക്ഷേ കാലത്തിൻ്റെതായ മാറ്റത്തിൽ പല രീതിയിലും ഈ പ്രാർത്ഥനയെ ആരും ഗവനിക്കാതെ പോകുന്നു. പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം യാചിച്ച് ഒരു കുടുംബം ഒരു പായലൊന്നിച്ച് പ്രാർത്ഥനയില്ലുമ്പോൾ അവിടെ സാധിക്കാത്തതായി ഒന്നുമില്ല. എന്തൊക്കെ തിരക്കുകൾ വന്നാലും എത്രയൊക്കെ മാറ്റങ്ങൾ വന്നാലും നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ജപമാലയ്ക്ക് ഒരു പ്രാധാന്യം എന്നും ഉണ്ടാകട്ടെ. ജപമാലയെക്കുറിച്ചും കുടുംബ പ്രാർത്ഥനയെക്കുറിച്ചും നല്ലൊരു മെസ്സേജ് നൽകിയ സെയിന്റ് ബക്കീത്ത യൂണിറ്റിനെ പറ്റി നന്ദി പറയുന്നു. സഭയ്ക്ക് ലഭിച്ച പുണ്യ നക്ഷത്രങ്ങളാണ് വിശുദ്ധർ. അവരെ മനോഹരമായ രീതിയിൽ പുനരാവിഷ്കരിക്കുന്നു സെയിന്റ് മോനിക്ക യൂണിറ്റ്. സ്നേഹപൂർവ്വം അവരെ ഇടയിലേക്ക് ക്ഷണിക്കുന്നു. ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിനെ അനുകരിച്ച് യഥാർത്ഥ ക്രിസ്തുവിനെ നമുക്ക് മാതൃകയാക്കി ജീവിച്ച് നിത്യജീവൻ സ്വന്തമാക്കാൻ വേണ്ടി നമ്മെപ്പോലെ ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ച് ദൈവപിതാവിൻ്റെ സ്വർഗീയ ഭവനത്തിൽ അവകാശികളായ ഏതാനും ചില വിസ്തരെ പരിചയപ്പെടുത്തുന്നു സെയിന്റ് മോനിക്ക സ്നേഹസമൂഹം. വിസ്ത മോനിക്ക 332 മുതൽ 387 വരെ ആഫ്രിക്കയിൽ ഖാർത്തേജിൽ ഒരു ക്രിസ്തീയ ഭക്ത കുടുംബത്തിൽ ജനിച്ചു. ഒരു വിജാതീയനെ വിവാഹം കഴിച്ചു. തൻ്റെ സന്മാതൃകയും സ്നേഹവും ക്ഷമയും ഭർത്താവിനെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് നയിച്ചു. ഓരോ ഭാര്യമാർക്കും അമ്മമാർക്കും മാതൃകയായി. ഭർത്താവായ പെട്രീഷ്യസ് 370 ജ്ഞാനസ്നാനം സ്വീകരിച്ചു. വിസ് അഗസ്റ്റിൻ 354 മുതൽ 430 വരെ സഭാപിതാവ്. മാനിക്കേയൻ പാഷാണ്ഡതയിൽ മാനസാന്തരപ്പെട്ട് ഒരു മെത്രാൻ പറഞ്ഞതുപോലെ ഇത്രയേറെ കണ്ണുനീരിൻ്റെ മകൻ നശിക്കുക അസാധ്യമാണ്. അതേ അശുദ്ധ പാപങ്ങളിൽ മുഴുകി ജീവിതം നയിച്ച അഗസ്റ്റിൻ അമ്മയുടെ കണ്ണുനീരിൻ്റെയും പ്രാർത്ഥനയുടെയും ഫലമായി 387 ഉയർപ്പ് തിരുനാളിന് ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ദൈവശാസ്ത്രജ്ഞനായി ഞാൻ എന്തായിരുന്നു കണ്ടാലും ഞാൻ എന്നെ നശിപ്പിച്ചു, എൻ്റെ സൃഷ്ടാവ് എന്നെ ഇതാ പുനർജീവിപ്പിച്ചിരിക്കുന്നു എന്ന അഗസ്റ്റിൻ്റെ വാക്യവും അതേ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ യുവതലമുറയെ തിരിച്ചു പിടിക്കുവാൻ നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ വിസ്ത മോനിക്കാമ്മയോടും വിസ്ത അഗസ്റ്റിനോടും നമുക്ക് മധ്യസ്ഥ അപേക്ഷിക്കാം. പരിശുദ്ധ കന്യകാമറിയം. ദാവീദ് രാജാവിൻ്റെ കുടുംബത്തിൽ ജവാക്കിമിൻ്റെയും അന്നയുടെയും മകളായി ജനനം. മറിയത്തിൻ്റെ ജനനം ഉഷകാല നക്ഷത്രത്തിൻ്റെ ഉദയമാണ്. വിശ്വാസത്തിൻ്റെയും പ്രതീക്ഷയുടെയും സ്നേഹത്തിൻ്റെയും ചാരിത്രത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും തുടങ്ങി ഓരോ യുവതികൾക്കും മാതൃകയും വഴികാട്ടിയുമായവൾ. വിസ്ത ജോസഫ്. ദാവീദ് വംശത്തിൽ യാക്കോബിൻ്റെ മകനായി ജനനം. ദൈവം തൻ്റെ പുത്രനെ വളർത്തുവാനും കന്യാമറിയത്തെ സംരക്ഷിക്കാനും ഏൽപ്പിച്ച വ്യക്തി. അതേ ഒരു കുടുംബം ദാരിദ്ര്യത്തിലും നിന്ന അപമാനം, പരിഹാസം എന്നുവേണ്ട ലോകപ്രകാരമുള്ള എല്ലാ ജീവിതത്തിലും നമുക്ക് മാതൃക തന്ന വ്യക്തി. അതേ ഓരോ കുടുംബവും ദൈവഹിത പ്രകാരമുള്ളതാകുവാൻ വേണ്ടി നമുക്ക് ദൈവമാതാവിനെയും യൗസപിതാവിൻ്റെയും മാധ്യസ്ഥം യാചിക്കാം. വിസ്ത ചാവറ കുര്യാക്കോസ് അച്ചൻ. ഭാരതത്തിൻ്റെ അപ്പോസ്തലനായ തോമസ് ലീഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ചു എന്ന് പറയപ്പെടുന്ന പകലോമറ്റം കുടുംബത്തിൻ്റെ ഒരു ശാഖ ചാവറ കുടുംബം. എല്ലാ എതിർപ്പുകളും അതിജീവിക്കാൻ കുര്യാക്കോസ് അച്ചൻ്റെ മരിയ ഭക്തിക്ക് എളുപ്പം കഴിഞ്ഞു. 40 മണി ആരാധനയും ദിവ്യകാരുണ്യവും നാട്ടിൽ പ്രചരിപ്പിച്ചു. പരസ്പര സ്നേഹവും ഈശോയെ സ്നേഹിക്കാനും മാതൃക കാട്ടിയ വ്യക്തി. ഇവയൊക്കെ നമ്മയിൽ നിറയാൻ നമുക്കും ഈ വിസ്തനോട് മധ്യസ്ഥ അപേക്ഷിക്കാം. വിസ്ത മദർ തെരേസ.
തൻ്റെ മാമോദിസ ദിനമായ ഓഗസ്റ്റ് 27 യഥാർത്ഥ ജന്മദിനമെന്ന് പറയുവാൻ ആഗ്രഹിച്ച വ്യക്തി ഉപവിയുടെയും സഹോദരിമാർ എന്ന സന്യാസി സമൂഹത്തിന് രൂപം നൽകി. സഭ പൊന്തിഫിക്കൽ പദവി ലഭിച്ചു. പത്മശ്രീ അവാർഡും ഭാരതരത്ന അവാർഡും ലഭിച്ചു. തൻ്റെ പ്രവർത്തനത്തിനാവശ്യമായ ശക്തി മദർ സമ്പാദിച്ചിരുന്നത് വിശുദ്ധ ബലിയിൽ നിന്നാണ്. അതെ, നമുക്ക് ഓരോരുത്തർക്കും മദറിനെ മാതൃകയാക്കി നമുക്കും ദിവ്യബലിയിൽ നിന്നും ആവശ്യമായ ശക്തി സംഭരിക്കാം. ഇഹലോകം വെടിഞ്ഞ് മനുഷ്യരൂപം സ്വീകരിച്ച് നമ്മിലൊരുവനായി ഇന്നും നമ്മോടൊത്തുള്ളവൻ, നമുക്ക് വേണ്ടി ബലിയായവൻ, നിത്യജീവിതത്തിനായി നമ്മെ ഒരുക്കുന്നവൻ, നമുക്കും പോരാടാം. ഓരോ വിസ്തരെയും മാതൃകയാക്കി ദൈവപിതാവിൻ ഭവനത്തിൽ എത്തിച്ചേരാൻ നമുക്കും പരിശ്രമിക്കാം. വളരെ മനോഹരമായ ഒരു ദൃശ്യാവിഷ്കാരം ഇവിടെ കാണിച്ച സെയിന്റ് മോണിക്ക യൂണിറ്റിലെ എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. നമ്മുടെ ക്രിസ്ത്യൻ പാരമ്പര്യത്തിൽ നമുക്ക് ലഭിച്ച ഏറ്റവും മനോഹരമായ ഒരു കലാരൂപമാണ് മാർഗം കളി. ഏറ്റവും മനോഹരമായ രീതിയിൽ ചട്ടയും മുണ്ടുമൊക്കെ എടുത്ത് നമ്മുടെ സ്നേഹനിലയത്തിലെ കൊച്ചു സുന്ദരി കുട്ടികൾ ഇവിടെ റെഡിയായിട്ടുണ്ട്. പീലിയുമായിൽ മേൽത്തോന്നും മേനിയും തെയ്தை പിടിത്തതണ്ടും കൈയും നെയ്യും എന്നേക്കും വാഴ്കവേ തെയ്தை വാഴ്ക വാഴ്ക നമ്മുടെ പരീക്ഷയെല്ലാം ഭൂമിമേൽ തെയ്தை വഴിക്കുറായി നടക്ക വേണ്ടി വന്നവരോ നാമെല്ലാം തെയ്தை അഴിവുകാലം വന്നടുത്തു അലയുന്ന നിൻ മക്കളെ തെയ്தை അഴിയായി വണ്ണം കാത്തരുൾവാൻ കഴിവു പേശുക മാർത്തോമൻ. തെയ്தை പട്ടുട പണി പുടവ പവിഴമൂത്തു മാലയും തെയ്தை അലങ്കരിച്ച പന്തലിൽ വന്നുതക വേണം മാർത്തോമൻ. തെയ്தை അലങ്കരിച്ച പന്തലിൽ വന്നെഴുന്നരുൾക മാർത്തോമൻ. തെയ്தை അലങ്കരിച്ച പന്തലിൽ വന്നരുൾക വേണം. താകൃതത്താതിവ്രതത്തെ മരമോടു കല്ലുകൾ കനകം വെള്ളി മനമിയലും പടിച്ചെമ്പും ഇരുമ്പും മറ്റും പാലവക വേണ്ടും പണികൾ ഇന്ത്യയും തകതത്തിത്തകതിത്തേതകതേതും മഹിമയോടരുവികളെല്ലാം ചെയ്യും മനുവിവസിത്തകതത്തകതത്താം തികതകതകതകതിത്തത്താം കൃതിത്തത്താം തികതികതത്താം കൃതിത്താതിത്താതിത്താതിമൃതത്തെ ഇന്ത്യയും തകതത്തിത്തകതിത്തേതകതേതും ഇമ്പമോടരുവികൾ തിരുമനസാലെ ഇയൽ വഴി രീതീയം തകതികതത്തെയും തകതിത്തത്തെ തകതികതത്തെ തകതിത്താതിത്താതിത്താതിമൃതത്തെ ഇന്ത്യയും തകതത്തിത്തകതിത്തേതകതേതും വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അലജൻ തിരുമുൻപാകെ കിടകിടതക കിടകിടതക കിടകിടതകതി തകര തകര തകരതി തിക്കിടകിടതക കിടകിടതക കിടകിടതകതി ദിഗര ദിഗര ദിഗരതി കിടകിടതകതി ദിഗരതി കിടകിടതകതി ദിഗരതി കിടകിടതക കിടകിടതക കിട്ടാത കിട്ടാതികിട ദേ ചിന്തത്താകിട കിടകിടതകതി വിശ്വമിടങ്കയിലായവനൊരുവൻ വിധിയുടെ അരജൻ തിരുമുൻപാകെ വിധി പോലെ വാദാകൃതിത്താതിത്താതിത്താതിമൃതത്തെ
മണിക്ക കല്ലായ മാർഗം നാളിൽ നാളിൽ തെളിയുന്നു. മാറ്റാറ്റുള്ള നിവ്യാളന്മാർ മെല്ലെ മെല്ലെ ചവളുന്നു. ലോകവീതി നിളെ മാർഗ മേറിയേറ്റം വളരുന്നു. ലൗകികങ്ങൾ നിളെ നീളെ ചൊല്ലി പലരും ചേരുന്നു. കണ്ടില്ലെന്ന് ചൊല്ലുന്നവരെ കണ്ടാലധികം ചീരുന്നു. കണ്ടുകൊണ്ട് ചൊല്ലാനിട്ടന്മാരോടൊക്കെ ചീരുന്നു. കണ്ണിമാരിടായിലൊക്കെ കൂടിച്ചേർന്നവരുപോലെ കരിരുളിലായ പഞ്ച മഞ്ചും തെളിവാൽ ചൊല്ലുന്നു. എന്ന നേരം മാർത്തോമാനും കോപിച്ചവരോട് ചൊല്ലുന്നു. എന്ന നേരം മാർത്തോമാനും ചൊല്ലി മനസ്സില്ലെന്ന്. ദിനമേറിയുള്ളവരും തീയോടേറ്റം തീണ്ടാതെ ശിവ കൂടാതൊരു കൂട്ട മൊത്തു കേട്ടു കോപിച്ചു. കൊണ്ടു നിണ്ടം മൂർച്ചക്കോലും വാങ്ങി നിന്നു നോങ്ങുമ്പോൾ ഭൂമി വാനം തേടിയോനെ കാൺമാറായി മുൻപാകെ. നല്ലൊരു കൈയടി കൊടുക്കാം നമ്മുടെ മാർഗംകളി കളിച്ച കലാകാരികൾക്ക്. അടുത്തതായി നമ്മുടെ സ്റ്റേജ് വീണ്ടും തകർത്താടാനായിട്ട് എത്തുന്നു ഹോളി ഫാമിലി സ്നേഹ സമൂഹത്തിലെ ചെറു ചുരുക്കം വനിതകളായി. നന്നാരെ 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 നന്നാരെ
പ്രോഗ്രാം ആട്ടോ. ഇതുവരെ നമ്മൾ കണ്ടതിൽ വെച്ച് വ്യത്യസ്തമായി ചിന്തിച്ച് നമ്മുടെ മുന്നിൽ സെയിന്റ് ഫ്രാൻസിസ് സമൂഹം ഒരു പ്രോഗ്രാം അവതരിപ്പിക്കാൻ എത്തുന്നു. നിറഞ്ഞ കയ്യടിയോടുകൂടെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. Hasn't always been this way. I remember brighter days before the dark ones came, stole my mind, wrapped my soul in chains. Now I live among the dead, fighting voices in my head, hoping someone hears me crying in the night and carries me away. It hasn't always been this way. I remember brighter days before the dark ones came, stole my mind, wrapped my soul in chains. Now I live among the dead, fighting voices in my head, hoping someone hears me crying in the night and carries me away. It hasn't always been this way. I remember brighter days before the dark ones came, stole my mind, wrapped my soul in chains. Now I live among the dead, fighting voices in my head, hoping someone hears me crying in the night and carries me away. Set me free of the chains holding me. Is anybody out there hearing me? Set me free. Morning breaks another day, finds me crying in the rain, all alone with my demons I am. Morning breaks another day, finds me crying in the rain, all alone with my demons I am. Who is this man that comes my way? The dark ones shriek, they scream his name. Is this the one they say will set the captive free? Jesus, rescue me, set me free. Of the chains holding me. Is anybody out there hearing me? Set me free. And as the God-man passes by, look straight through my eyes.
എന്ന വലിയൊരു വെല്ലുവിളിയാണ് ഒരു മൈമിലൂടെ വളരെ നല്ലൊരു രീതിയിൽ നമുക്ക് കാണിച്ചു തന്നത്. അതിൽ നിന്നെല്ലാം മോചനം നേടാനായിട്ട് നമ്മുടെ ദൈവത്തിന് മാത്രമേ മോചിപ്പിക്കാൻ നമ്മൾ സാധിക്കുകയുള്ളൂ എന്നുള്ള നല്ലൊരു മെസ്സേജ് നമുക്ക് തന്ന സെയിന്റ് ഫ്രാൻസിസ് അസീസി സ്നേഹ സമൂഹത്തിന് നല്ലൊരു കൈയടി കൊടുത്ത് നമുക്ക് എല്ലാവർക്കും തന്നെ വളരെ ഗൂസ് ബംസ് ഉണ്ടാക്കുന്ന രീതിയിൽ നല്ലൊരു അടിപൊളി പെർഫോമൻസ് ആണ് അവർ കാഴ്ചവെച്ചത്. സോ താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് മറ്റൊരു തകർപ്പൻ പെർഫോമൻസുമായിട്ട് എത്തുന്നു സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിലെ കലാകാരികൾ. നല്ലൊരു കൈയടിയോടുകൂടി നമുക്ക് അവരെ സ്വീകരിക്കാം. താഴ്വാരങ്ങൾ പാടുമ്പോൾ താമരവട്ടം തളരുമ്പോൾ ഇന്ദുകളങ്കം ചന്ദനമായൻ കരളിൽ പെയ്തു. ആരുണി ലൈലയോ പ്രേമ സൗന്ദര്യമോ നീയാണെൻ നിലവിൽ പ്രിയരാഗ പുലർവാനം. கருவாடு ஊற வச்ச சோறு, உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு. முத்தமிட்டு நெத்தியில மார்புக்கு நெத்தியில செத்து விட தோணுதடி எனக்கு. உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு. முத்தமிட்டு நெத்தியில மார்புக்கு மத்தியில செத்து விட தோணுதடி. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാലൊരു പൊൻവനമേ തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ. ഒരു മധുരക്കിനാവിൻ ലഹരിയിലെങ്ങോ കുടമുല്ലപ്പൂ വിരിഞ്ഞു. അതിലായിരം ആശകളാലൊരു പൊൻവനമേ തേൻവണ്ടു ഞാൻ അലരേ തേൻവണ്ടു ഞാൻ. ಸಖತ್ತಾಗವಳೆ, ಸುಮ್ನೆ ನಗ್ತಾಳೆ, ಕದ್ದು ನೋಡ್ತಾಳೆ, ಬಿದ್ದೆ ಬೀಳ್ತಾಳೆ. ಸಖತ್ತಾಗವಳೆ, ಸುಮ್ನೆ ನಗ್ತಾಳೆ, ಕದ್ದು ನೋಡ್ತಾಳೆ, ಬಿದ್ದೆ ಬೀಳ್ತಾಳೆ. ಸಕ್ಕರೆ ನನ್ನ ಕೊಂಬೆ ಸಖತ್ತಾಗವಳೆ, ತಿನ್ನಲೇ ಅಂದ್ರೆ ಯಾಕೋ ಸುಮ್ನೆ ನಗ್ತಾಳೆ. ಕಣ್ಣಲ್ಲೇ ಕಣ್ಣು ಇಟ್ಟು ಕದ್ದು ನೋಡ್ತಾಳೆ, ಕೊಟ್ಟರೆ ನನ್ನ ಮನಸ್ಸು ಬಿದ್ದೆ ಬೀಳ್ತಾಳೆ. ಜಾರಿತು ಏನು ಮನಸ್ಸು ಜಾರಿತು, ಶುರುವಾಯಿತು ನನಗೆ ಲಬ್ಬು 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 ಲಬ್ಬು. ಸಖತ್ತಾಗವಳೆ, ಸುಮ್ಮನೆ ನಗ್ತಾಳೆ, ಕದ್ದು ನೋಡ್ತಾಳೆ, ಬಿದ್ದೆ ಬೀಳ್ತಾಳೆ.
കാണികളെല്ലാം കയ്യിലെടുത്ത വളരെ നല്ലൊരു ഡാൻസ് പെർഫോമൻസ് കാഴ്ചവെച്ച് എല്ലാവരെയും പ്രസിദ്ധിച്ചുകൊണ്ടിരുന്ന സെന്റ് സെബാസ്റ്റ്യൻ യൂണിറ്റിലെ എല്ലാ ഡാൻസേഴ്സിനും നല്ലൊരു കയ്യടി കൊടുക്കാം. അവർക്ക് പ്രത്യേകം നന്ദി പറയുന്നു. അടുത്തതായി കേരളത്തിലെ ക്രൈസ്തവരുടെ ആയോധന കലയുമായി ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള വാളും പരിചയം കയ്യിലേന്തി ആശാൻ ചൊല്ലുന്ന പാട്ടിന്റെ ഈണത്തിൽ കളരി ചുവടുകൾ വെച്ച് നൃത്തം ചെയ്ത് അവതരിപ്പിക്കുന്ന കളിയുമായി പരിചയപ്പെട്ട കളിയുമായി എത്തുന്നു സ്നേഹനിലയത്തിലെ ചുണക്കുട്ടന്മാർ. എല്ലാവരെയും പ്രത്യേക വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മുല്ലപ്പൂ ചൂടിക്ക നിൽക്കുന്ന ബാലരി എനിക്കൊരു മാലയ്ക്ക് കൂതരാമ തകതികുടെ മുല്ലപ്പൂ ചൂടി കളിക്കുന്ന ബാലരി എനിക്കൊരു മാലയ്ക്ക് കൂതരാമ തകതികുടെ അച്ഛനൂരങ്ങട്ട് അമ്മയൂരങ്ങട്ട് ആ മുല്ല പൂക്കെട്ട് പൂതരാഞ്ഞ തകതികുടെ മുല്ലപ്പൂ ചൂടി കളിക്കുന്ന ബാലർ എനിക്കൊരു മാലയ്ക്ക് പൂതരാമ തിന്റെ തരികിടതിലെത്തും അടിതാന ചെമ്പനീ ചെമ്പനീ പെയ്യുകൊടു പെയ്യ പെയ്യ ആയമുടൻ പെയ്യ പെയ്യ ആയാതിരുമ്പും തകതകതോ ദിഗുദിഗുദോ തീന്തക തിന്ത തിന്ത തരികിടതിനുട പെയ്യുകൊടു പെയ്യ പെയ്യ ആയമുടൻ പെയ്യ പെയ്യ ആയാതിരുമ്പും തകതകതോ ദിഗുദിഗുദോ തീന്തക തിന്ത തിന്ത തരികിടതിനുട പെയ്യുകൊടു പെയ്യ പെയ്യ ആയമുടൻ പെയ്യ പെയ്യ ആയാതിരുമ്പും തകതകതാം തിരുവികൊടു തരികിടതിനുടത്തെ തനിത്താനം 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 ചിന്തകവിത്ത് തനിത്താനം 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 ചിന്തകവിത്ത് തനിത്താനം 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 ചിന്തകവിത്ത് തനിത്താനം 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 ചിന്തകവിത്ത് തത്തേപ്പൂ താമരപ്പൂ മുള്ളുമേലെ അലിയുവാൻ മൂവേലി നാമം തീർത്ത തേന്തളിത്തേണ്ടാത്ത തനിത്താനം 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 ചിന്തകവിത്ത് തനിത്താനം 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 ചിന്തകവിത്ത് അഞ്ചേലപ്പൂനല്ലി തേടഞ്ചേരി മൈലുകൾ പഞ്ചവർണ്ണ കൊഞ്ചി നിന്ന് തേന്തളിത്തേണ്ടാത്ത തനിത്താനം 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 ചിന്തകവിത്ത് തനിത്താനം 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 ചിന്തകവിത്ത് തനിത്താനം 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 ചിന്തകവിത്ത് തനിത്താനം 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 ചിന്തകവിത്ത് കവിയുടെ മനസങ്കാല കേട്ടറില്ല കവിയെല്ലാം മനസ്സിലെ മന്നവത്ത് തെരീരോ മുന്നിലെ കാല് കേടല്ല മനസങ്കാല കേട്ടറില്ല കവിയെല്ലാം മനസ്സിലെ മന്നവത്ത് തെരീരോ മുന്നിലെ കാല് കേടല്ല മനസ്സങ്കാല കേട്ടറിന കൽവിയെല്ലാം മനസ്സിലെ മന്നവർ പൂത്തരീവനോ മുന്നിലെ കാല് മന്നവർ പൂത്തരീവനോ മുന്നിലെ കാല് കേടല്ല
കുരിശുമത് കളിച്ച കലാകാരന്മാർക്കും അതിനെ സഹായിച്ച ചേട്ടന്മാർക്കും എല്ലാവർക്കും നല്ലൊരു കയ്യടി എത്രയോ. തുടക്കം തൊട്ടേ പറഞ്ഞതുപോലെ ആദ്യത്തെ ഡാൻസിൽ വെൽക്കം ഡാൻസിൽ നമ്മുടെ കുട്ടി കുരുന്നുകൾ 5 വയസ്സും 6 വയസ്സുള്ള കുരുന്നുകൾ കളിച്ചതിന് ശേഷം ഇവിടെ തുടക്കം പറഞ്ഞ പോലെ തന്നെ 60കളിലും 70കളിലും തുടങ്ങുന്ന വസന്തം പോലെ നമ്മുടെ ഇവിടെ ആന്റിമാര് ചേച്ചിമാര് കുട്ടികൾ എല്ലാവരും കൂടെ കൂടുക സെയിന്റ് മരിയ ഗൊറേറ്റി ടീം ഇവിടെ റെഡിയായിട്ടിരിക്കുന്ന സ്റ്റേജിൽ നല്ലൊരു കൈയോടുകൂടെ നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. पुतुरक पुपरिका पोगिला मोवी मेनाते पतिलम कलकाता संदना मेरा बगबगा पुतुरक पुपरिका पोगिला मोवी मेनाते पतिलम ला ला ले ला ले ला ले ला ले ला ले ला ले ला ला ले ला ले ला ले ला ले ला ले ला ले കോലച്ചു വെച്ചൊരു കരിമ്പുവില്ലത്ത പടത്തലവാ വളെടുത്തു വീശല്ലേ ഞാനത് മുരിക്കും പൂവാക്കും അല്ലിമലർ കുളക്കടവിലയലുതി പെണ്ണുങ്ങ കണ്ടുപിടിക്കും നാട്ടു നടപ്പൊത്തവർ നമ്മളെ കെട്ട് നടപ്പാക്കും. എന്തെല്ലാം പാടിയിട്ടും മിണ്ടാതെ മിണ്ടിയിട്ടും മിണ്ടിയില്ല നീ എന്നിട്ടും നീ എന്തേ ചിന്നി ചിന്നി മിന്നിത്തിളങ്ങുന്ന വാരോളി കണ്ണെനക്ക് പൂവരശ് പൂത്ത കണക്കനെ അഞ്ചുന്ന ചേലനക്ക് നട നട അന്ന നട കണ്ട തെയ്യം മുടിയടിക്കും നോക്ക് വെള്ളിക്കിണ്ണം തുള്ളിത്തുളുമ്പുന്ന ചേല് താഴത്തു വീട്ടിലെ തങ്കമ്മു പെണ്ണിന് തട്ടാരിട്ട് കൊടുത്തതാണോ കാണാഞ്ചേലുള്ള കത്തിപ്പുള്ളിനെ കണിയാരിട്ട് കൊടുത്തതാണോ ദേശത്തെ കണിയാരിട്ട് കൊടുത്തതാണോ താഴത്തു വീട്ടിലെ തങ്കമ്മു പെണ്ണിന് തട്ടാരിട്ട് കൊടുത്തതാണോ കാണാഞ്ചേലുള്ള കത്തിപ്പുള്ളിനെ കണിയാരിട്ട് കൊടുത്തതാണോ ദേശത്തെ കണിയാരിട്ട് കൊടുത്തതാണോ ഈ എളവത്തൂര് കായലിന്റെ കരയ്ക്കലുണ്ടൊരു കൈത മുറിച്ച് മുള്ളു നീക്കി പൊളിയെടുക്കണ നേരം കൊടപ്പനയുടെ മറവിൽ നിന്നൊരു കള്ളനോട്ടം കണ്ടേ ഇണ്ടൽ കൊണ്ട് ഞാൻ മിണ്ടിയില്ല അത് കുറ്റമാക്കല്ലേ
தலப்பானெளியுது தவுளோண்டு தந்திட நானு தழம்பு குழையுது கரணங்கு இப்போ வந்த முன்னால விளையாடுது கண்ணு எதுக்கு கண்ணால நித்த பிடிச்சு இப்போ வந்தால பின்னால அண்ணனடா மின்னாலிடா முன்ன வந்தாலே புதுவக்கம் வந்து மாமை இப்போ சொக்கி நின்னாரு അടുത്തതായി ഫാത്തിമ മദർക്കയുടെ പഴയ നിയമ പുസ്തകത്തിലെ അതായത് ബൈബിളിലെ പഴയ നിയമ പുസ്തകത്തിലെ കുറച്ചധികം വ്യക്തികളെ പരിചയപ്പെടുത്താനായി നമ്മുടെ ഫാത്തിമ മദർ സമൂഹം ഇവിടെ എത്തിയിട്ടുണ്ട്. ലെറ്റ്സ് ഇൻവൈറ്റ് ദം. നമസ്കാരം. ഫാത്തിമ മാത യൂണിറ്റ് അവതരിപ്പിക്കുന്ന വിശ്വാസത്തിൻ്റെ നൂലിഴകൾ എന്ന ഈ ദൃശ്യാവിഷ്കാരത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ആവിഷ്കാരത്തിലൂടെ ബൈബിളിലെ അനശ്വര വീരനായകന്മാരായ നോഹ, അബ്രഹാം, സാറ, മോശ, ദെബോറ, സാംസൺ, ദാവീദ്, എസ്തർ, ദാനിയേൽ, സോളമൻ, മറിയം, ജോസഫ്, യേശു എന്നിവരെ ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. വിശ്വാസം, ധൈര്യം, ജ്ഞാനം, ത്യാഗം എന്നിവയിലൂടെ ഒന്നിക്കുന്ന ഇവർ ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ കഥ പറയുന്നു. ഉടമ്പടിയിൽ തുടങ്ങി വിമോചനത്തിലൂടെ പ്രവചനത്തിൻ്റെ വിജയത്തിലേക്ക് വരൂ. ഈ ദൈവിക യാത്ര ആരംഭിക്കാം. ഉടമ്പടിയും സൃഷ്ടിയും. ആദ്യം നോഹ. ജലപ്രളയത്തിൽ ജീവനെ രക്ഷിച്ച വിശ്വസ്തൻ. ദൈവത്തിൻ്റെ ഉടമ്പടിയെ ഉയർത്തിപ്പിടിച്ച് അവൻ വിശ്വാസത്തിൻ്റെ അടിത്തറയിട്ടു. യേശുവിൻ്റെ രക്ഷയിലേക്ക് വഴിയൊരുക്കി. തുടർന്ന് അബ്രഹാമും സാറയും. ജനനായകർ. ഇസഹാക്കിനെ ബലിയർപ്പിക്കാനുള്ള തീവ്ര വിശ്വാസം പിന്നീട് ഇസ്രായേലിൻ്റെ വംശാവലിയെ തന്നെ രൂപപ്പെടുത്തി. മോശയുടെയും യേശുവിൻ്റെയും പാതയ്ക്ക് തുടക്കമിട്ടു. വിമോചനവും ത്യാഗവും. ഇതാ മോശ, വിമോചനത്തിൻ്റെ വീരൻ. അടിമത്തത്തിൽ നിന്ന് ഇസ്രായേലിനെ ദൈവനിയമം നൽകി വിമോചിപ്പിച്ച നേതാവ്. അവൻ യേശുവിൻ്റെ വീണ്ടെടുപ്പിനെ പ്രതിഫലിപ്പിക്കുന്നു. ദെബോറ, ധൈര്യത്തിൻ്റെ തീജ്വാല. പ്രവാചകിയും ന്യായാധിപയും. ധൈര്യത്തോടെ ഇസ്രായേലിനെ വിജയത്തിലേക്ക് നയിച്ച് ദൈവനീതിയെ വെളിപ്പെടുത്തി സാംസണിന്റെ ശക്തിയുമായി ഒന്നിക്കുന്നു. സാംസൺ, ഫിലിസ്ത്യരെ തന്റെ കരങ്ങളാൽ തകർത്ത ശക്തനായ നസ്രായൻ. സാംസണിന്റെ ധൈര്യവും ത്യാഗവും യേശുവിന്റെ രക്ഷയെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ദാവീദ്, ആരാധനയുടെ മഹാരാജാവ്, ഇടയനും രാജാവും. ആരാധനയോടെ ദൈവത്തിന്റെ ഹൃദയം കീഴടക്കി ഇസ്രായേലിന്റെ വംശാവലിയെ യേശുവിലേക്ക് നയിച്ചു. സോളമന്റെ ജ്ഞാനവുമായി ഒന്നിക്കുന്നു. എസ്തർ, ജനത്തെ രക്ഷിച്ച രാജ്ഞി. ധൈര്യത്തോടെ മധ്യസ്ഥത വഹിച്ച് ദൈവത്തിന്റെ രക്ഷാപദ്ധതിയെ വെളിവാക്കി മോശയുടെ നേതൃത്വവും മറിയയുടെ വിനയവുമായി ബന്ധപ്പെടുന്നു. ദാനിയേൽ, പ്രവാസത്തിൽ വിശ്വസ്തനായവൻ.
പ്രവചന ദർശനങ്ങളിലൂടെ ദൈവ പദ്ധതിയെ വെളിപ്പെടുത്തി അബ്രഹാമിന്റെ വിശ്വാസവും ശലോമോന്റെ ജ്ഞാനവുമായി ഒന്നിക്കുന്നു. സോളമൻ ജ്ഞാനത്തിന്റെ രാജാവ് ദൈവാലയം പണിത് ദാവീദിന്റെ വംശാവലിയെ യേശുവിലേക്ക് നയിച്ചു, ദൈവാരാധനയെ ഉയർത്തി. മറിയം യേശുവിന്റെ മാതാവ് വിനയത്തോടെ ദൈവവിളി സ്വീകരിച്ച് വീണ്ടെടുപ്പിന്റെ പാത തുറന്നു. എല്ലാ നായകന്മാരുടെ വിശ്വാസവുമായി ഒന്നിക്കുന്നു. ജോസഫ് അഥവാ യൗസേപ്പിതാവ്, ഈശോയുടെ വളർത്തുപിതാവ്, ദൈവവിശ്വാസത്തിന്റെ സംരക്ഷകൻ, യേശുവിൻ്റെയും മറിയത്തിൻ്റെയും പരിപാലകനായി ദൈവപദ്ധതിയെ ശക്തിപ്പെടുത്തി. സമാപനം, വീണ്ടെടുപ്പിന്റെ പൂർത്തീകരണം. അവസാനമായി യേശുക്രിസ്തു മിശിഹ, ദൈവപുത്രൻ, മാനവരാശിയുടെ രക്ഷകൻ, എല്ലാ വാഗ്ദാനങ്ങളുടെയും ശാശ്വത പൂർണ്ണത. ഇതാ ഈ വീരനായകർ ഒന്നിച്ചു നിന്ന് ദൈവത്തിന്റെ അനന്തമഹത്വം ഉയർത്തിപ്പാടുന്നു. നോഹയുടെ വിശ്വാസം, അബ്രഹാമിന്റെയും സാറയുടെയും ഉടമ്പടി, മോശയുടെ വിമോചനം, ദെബോറയുടെ ധൈര്യം, സാംസണിന്റെ ത്യാഗം, സോളമന്റെ ജ്ഞാനം, ദാനിയേലിന്റെ ദർശനം, എസ്തേറിന്റെ മധ്യസ്ഥത, ദാവീദിന്റെ ആരാധന, മറിയത്തിന്റെ വിനയം, ജോസഫിന്റെ കാവൽ. ഇവയെല്ലാം യേശുവിൽ ഒന്നാകുന്നു. അവന്റെ ത്യാഗത്തിൽ വിശ്വാസത്തിന്റെ നൂലിഴകൾ ദൈവത്തിന്റെ അനന്ത വിജയം പ്രഘോഷിക്കുന്നു. നല്ലൊരു കൈയടി നമ്മളുടെ ഫാത്തിമ മാതാക്ക് എന്ന് നമുക്ക് കൊടുക്കാം. ഇത്രയും പേരെ ദേശപ്രദർശനയോടുകൂടി വളരെ ഏറ്റവും നമ്മള് 1000-14 നൂറ്റാണ്ടുകളെ പുറകിലോട്ട് പോയി നമുക്ക് അവരെ കാണിച്ചു തന്ന പഴയ പുസ്തകത്തിലെ വ്യക്തികളെ കാണിച്ചു തന്ന ഫാത്തിമ മാതാക്ക് ഇന്ന് നല്ലൊരു കൈയടി കൊടുക്കാം. ഇനി സെയിന്റ് അൽഫോൺസ ടീമാണ് ഇനി എത്തുന്നത്. അതും സ്റ്റേജ് തകർത്താടാനായിട്ടാണ് എത്തുന്നത്. കൈയടിച്ച് നല്ലൊരു കൈയടി കൊടുക്കാം. ராட்சசியே அடி நெஞ்சில் குதிக்கிறியே, முட்டாசு வார்த்தையிலே பட்டாசு வெடிக்கிறியே, அடி மனசாருவாமணையில் அறுக்கிறியே. கிளியே ஆலங்கிளியே, குயிலே வேலங்குயிலே, கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு. முத்தமட்டு நெத்தியில மார்புக்கு நெத்தியில செத்து விட தோணுதடி எனக்கு. உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட
நெத்தியில மார்புக்கு நெத்தியில செத்து விட தோணுதடி எனக்கு ஆடை என்பது பொய் 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 அது கொண்ட பொருள் மட்டும் மை 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 அத்தனை அழகையும் மையா கையில் வை 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 மெய்யும் மெய்யும் கலப்பதுதான் மை 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 உப்பு கறிவாடு உற வச்ச சோறு ஊட்டி விட வேணுமா உமக்கு முக்குமிட்டு நெத்தியில மார்புக்கு மத்தியில சேர்த்து விட தோணுதா உமக்கு உப்பு கருவாடு ஊற வச்ச சோறு ஊட்டி விட நீ போதும் எனக்கு முத்தமிட்டு நெத்தியில மார்புக்கு மத்தியில செத்து விட தோணுதடி ടീമിലെ കളിച്ച എല്ലാ വനിതകൾക്കും നല്ലൊരു കൈഡി കൊടുക്കാം. അടുത്തതായി നമ്മളുടെ ഈ സംയുക്ത വാർഷികത്തിലെ അവസാനത്തെ ഡാൻസ് ആണ്. മൗണ്ട് കാർമൽ യൂണിറ്റ് ആണ് ഇനി അടുത്ത ഡാൻസ് വേണ്ടി വരുന്നത്. നല്ലൊരു കൈഡി കൊടുക്കാം, നല്ലൊരു കൈഡി കൊടുക്കാം മൗണ്ട് കാർമൽ യൂണിറ്റിലേക്ക്. എന്റെ സ്നേഹിതയാണ് നീ. Most people look at him
അടുത്തതായി ലിറ്റിൽ ഫ്ലവർ യൂണിറ്റ് അവതരിപ്പിക്കുന്ന ഒരു ഗാനമാണ് ആസ്വദിക്കാൻ.
from Little Flower Unit.